ഈ രാജ്യത്ത് സംഘപരിവാറിന്റെ ഹിന്ദുത്വ രാഷ്ട്രീയ സർക്കാർ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നും നാളെ എന്താണ് സംഭവിക്കുക എന്നുമുള്ളതിന്റെ മുന്നറിയിപ്പ് കൂടിയാണത്. വംശഹത്യകളിലും വർഗീയ കലാപങ്ങളിലുമൊക്കെ സ്ത്രീകൾക്കെതിരായ ലൈംഗികാതിക്രമങ്ങൾ, പ്രത്യേകിച്ച് ബലാത്സംഗവും ഒരു ആയുധമായി ഉപയോഗിക്കുന്നത് സംഘപരിവാറിന്റെയും അവരുടെ ഹിന്ദുത്വ ആക്രമണ സേനയുടെയും രീതിയാണ്. നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ അരങ്ങേറിയ മുസ്ലിം വംശഹത്യയിൽ സംഘപരിവാർ അക്രമികൾ മുസ്ലിം സ്ത്രീകളെ വ്യാപകമായി ബലാത്സംഗം ചെയ്യുകയും ലൈംഗികാതിക്രമങ്ങൾക്ക് ഇരയാക്കുകയും ചെയ്തു. മുസ്ലിം സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത വീരകഥകൾ ബാബു ബജ്രംഗിയെപ്പോലുള്ള ഹിന്ദുത്വ ഭീകരവാദികൾ ഘോഷിക്കുന്നതും നാം കേട്ടു. വംശഹത്യകളിലും വർഗീയ കലാപങ്ങളിലും അത്തരം ലൈംഗികാതിക്രമങ്ങൾ ഒരു വീരധർമ്മം പോലെ ആചരിക്കപ്പെടുന്നു. അത് കാമമല്ല, ഒരു രാഷ്ട്രീയ പ്രയോഗവും അതിനൂർജം നൽകുന്ന പ്രത്യയശാസ്ത്രത്തിന്റെ വെറിയും കൂടിയാണ്. നിങ്ങൾ കീഴടക്കപ്പെട്ടു കഴിഞ്ഞു എന്ന് എതിരാളികൾക്ക് താക്കീത് നൽകാൻ ഒരു പുരുഷാധികാര സമൂഹം ഉപയോഗിക്കുന്ന ഏറ്റവും തീക്ഷ്ണമായ അടയാളവും സന്ദേശവുമായി ബലാത്സംഗം മാറുന്നു. ഗുജറാത്ത് കലാപത്തിൽ ഒരു മുസ്ലിമിനൊപ്പം ജീവിച്ചിരുന്ന ഗൗരി എന്ന സ്ത്രീയെ സംഘപരിവാർ അക്രമികൾ അവരുടെ മകളുടെ മുന്നിൽ വെച്ച് ബലാത്സംഗം ചെയ്യുമ്പോൾ ചുറ്റും നോക്കി നിന്നത് അന്നുവരെ ഒപ്പം ജീവിച്ചിരുന്ന 40ഓളം സ്വന്തം ഗ്രാമക്കാരായിരുന്നു. ബലാത്സംഗം ഒരു പൊതുപ്രകടനം, പബ്ലിക് സ്പെക്ടക്കിൾ ആക്കുന്നത് അതിലെ കീഴടക്കലിന്റെ ഹിംസ ഒരു രാഷ്ട്രീയ സാമൂഹ്യ സന്ദേശവും ഭീതിയുമായി പടർത്താനാണ്. കൂട്ടബലാത്സംഗങ്ങൾക്ക് ശേഷം കൊന്നുകളയലായിരുന്നു ഗുജറാത്ത് വംശഹത്യയിൽ സംഘപരിവാറിന്റെ രീതി. നിരവധി സ്ത്രീകൾ അങ്ങനെ കൊല്ലപ്പെട്ടു. സ്വന്തം പെൺമക്കളും അമ്മമാരും സഹോദരിമാരും ഭാര്യമാരും ബലാത്സംഗം ചെയ്യപ്പെട്ട് വെട്ടിക്കീറി ചുട്ടിരിക്കപ്പെട്ടതിന് സാക്ഷികളായ മനുഷ്യർക്ക് മുന്നിലൂടെ ആ ഹീനകൃത്യം ചെയ്ത സംഘപരിവാറുകാർ നരേന്ദ്രമോദി കി ജയ് എന്ന് വിളിച്ചുകൊണ്ട് സ്വതന്ത്രരായി നടന്നു. നിങ്ങളിന്ന് വളരെ സാധാരണ മട്ടിൽ കാണുന്ന മനുഷ്യരെ എത്ര വേഗത്തിൽ, എത്ര എളുപ്പത്തിൽ ഫാഷിസത്തിന്റെയും ഹിന്ദുത്വ ഭീകരതയുടെയും പ്രത്യയശാസ്ത്രവും സമഗ്രാധിപത്യ ഭരണകൂട ദുരധികാരവുമൊക്കെ ബലാത്സംഗികളും കൊലയാളികളും അതിനു ചുറ്റും മാർപ്പ് വിളിക്കുന്ന ആൾക്കൂട്ടവുമാക്കി മാറ്റുന്നു എന്നതിന് ഗുജറാത്ത് കലാപത്തോളം ഭയപ്പെടുത്തുന്ന തെളിവുകളുള്ള മറ്റൊന്നും സ്വതന്ത്ര ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. മണിപ്പൂർ സംഭവം മനുഷ്യരാശിക്ക് നാണക്കേടാണ് എന്ന് ഒടുവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൊഴിഞ്ഞു. മോദി പറയുന്നു, മണിപ്പൂരിലെ പെൺമക്കൾക്ക് സംഭവിച്ചത് പൊറുക്കാൻ കഴിയാത്തതാണ് എന്ന്. ഗുജറാത്തിലെ 100 കണക്കിന് സ്ത്രീകളുടെ ബലാത്സംഗം ചെയ്ത് ചുട്ടിരിക്കപ്പെട്ട ശവങ്ങൾ പ്രധാനമന്ത്രിയായ അയാളുടെ ഓർമ്മകളിൽ ഉണ്ടാവുമോ? ആ സ്ത്രീകൾക്കും മനുഷ്യർക്കും നീതി തേടി പൊരുതുന്നവരെ തടവിലടയ്ക്കുകയാണ് ഇപ്പോൾ തന്റെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ ചെയ്യുന്നത് എന്നതിലെ ലജ്ജാശൂന്യതയുടെ ഉച്ചഭാഷിണിയിലൂടെയാണ് മോദി മണിപ്പൂരിലെ പെൺമക്കളെക്കുറിച്ച് ആർക്കുന്നത്. മണിപ്പൂരിൽ 2 സ്ത്രീകളെ നഗ്നരാക്കി നടത്തിച്ച് അവരെ ബലാത്സംഗം ചെയ്യുന്ന ആൾക്കൂട്ടത്തിലേക്ക് ഇന്ത്യ നടന്ന ദൂരം ഗുജറാത്ത് വംശഹത്യാകാലത്തെ നരേന്ദ്രമോദി എന്ന മുഖ്യമന്ത്രിയിൽ നിന്ന് മണിപ്പൂർ കത്തിയെരിയുമ്പോൾ പതിവും മൗനം പുലർത്തിയ നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയിലേക്കുള്ള ദൂരമാണ്.